തൃശൂരിൽ ആംബുലൻസ് യാത്ര തടഞ്ഞ് കാട്ടുകൊമ്പൻ കബാലി. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലാണ് സംഭവം. തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ഉണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം? ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണോ? തുളസി, ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ കബാലി എന്ന കാട്ടുകൊമ്പൻ ഈ ആംബുലൻസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമ്പലപ്പാറ ഗേറ്റിന് സമീപത്തുള്ള തോട്ടപ്പുര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതിന്റെ സമീപത്താണ് ഈ ആംബുലൻസ് ആന തടയുന്നൊരു സംഭവം ഉണ്ടായത്. ഇതേ ആന തന്നെ ഇന്നലെ ഇതേ ആനയെ കണ്ട് പാറയ്ക്ക് മുകളിൽ നിന്ന് ചാടി പരിക്കേറ്റ മുരുകസ്വാമി എന്ന യുവാവിനെ ചാലക്കുടിയിലെ ആശുപത്രിയിലാക്കി തിരിച്ചു വരുമ്പോഴാണ് ഈ കബാലി തന്നെ ഈ ആംബുലൻസ് തടയുന്നൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ KSRTC ബസ്സും ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയതിന് 20 മിനിറ്റോളം റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കബാലി കുറച്ച് നാളുകളായി ഇപ്പോൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. വഴിതടയൽ പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാം. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം മിനിഞ്ഞാന്ന്, അതായത് ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ കബാലി എത്തുന്നത്. ഈ കബാലിയെ കണ്ടാണ് ഈ മുരുകസ്വാമിക്ക് പരിക്കേറ്റത്. മലക്കപ്പാറ പോയി തിരികെ അടിച്ചിൽ തൊട്ടി ഊരിൽ നിവാസിയാണ്. തിരികെ ഊരിലേക്ക് വരുന്ന സമയത്താണ് ഈ കബാലി മുന്നിൽ വന്നു പെടുന്നത്. ഉടൻ ഈ ആനയെ കണ്ടതോടെ ഈ മുരുകസ്വാമി വലിയൊരു പാറയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടാനായി. ആ ചാടിയതിലാണ് ഈ മുരുകസ്വാമിക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റത്. കാലിന് പൊട്ടലുണ്ട്. ഉടൻ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ശ്രമം നടത്തിയെങ്കിലും ബുധനാഴ്ച രാത്രി മുഴുവൻ ഈ കബാലി അവിടെ തന്നെ നിലയുറപ്പിച്ചു. അതുകൊണ്ട് അന്ന് രാത്രി ഈ മുരുകസ്വാമിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായില്ല. തുടർന്ന് ഇന്നലെ രാവിലെയാണ് ഈ മുരുകസ്വാമിയെ മലക്കപ്പാറയിലുള്ള തമിഴ്നാട്ടിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ പ്രാഥമിക ശുശ്രൂഷയെല്ലാം നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. ഈ ആംബുലൻസിലാണ് മുരുകസ്വാമിയെ ഇന്നലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ഈ മുരുകസ്വാമി അവിടെ എത്തിച്ച ശേഷം ഇതേ ആംബുലൻസ് തിരികെ മലക്കപ്പാറയിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ കബാലി ഇതേ ആംബുലൻസ് തടഞ്ഞ് ഏറെ നേരം റോഡിലിട്ടു. തുടർന്ന് ആന സ്വമേധയാ കാട് കയറി പോയതിനു ശേഷമാണ് ആംബുലൻസ് തിരികെ പോകാനായത്. തുളസി.